ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ABO ഡിസൈറിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ കുറച്ച് പേര് നമ്മുടെ ചാനലിൽ അവരുടെ പേരൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടൊന്നും അല്ല. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ എന്തോ ഒരു സുഖമില്ല. ഒരുമിച്ച് പറയുമ്പോൾ എന്തോ പോലെ ഇതിപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരു ഷൗട്ട് ഔട്ട് പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ ആ നെയിംസ് പറയുന്നതിന് പകരം സ്ക്രീനിൽ കൊടുക്കാം. കുറച്ച് അതാണ് കൊള്ളാൻ തോന്നുന്നു. ഇനി എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഗാവോ ആണെങ്കിൽ ഇപ്പോൾ കമ്പനിയിലെ വാഷ്റൂമിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ഷെന്നിൻ്റെ റൂമിൽ വർക്കിൻ്റെ കാര്യം പറയാനായിട്ട് ചെല്ലുന്ന ടൈമിൽ ഷെന്നാണെങ്കിൽ ഗാവോരെടുത്ത് നിൻ്റെ ദേഹത്ത് മൊത്തം ഒമേഗയുടെ സ്മെല്ലാണ്, ഇനി എൻ്റെ മുന്നിൽ അതും വെച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ഗാവോ നേരെ വാഷ്റൂമിലേക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ ഷെൻ അങ്ങനെ ആരും പറഞ്ഞ കാര്യം അവൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡോക്ടറാണെങ്കിൽ അവൻ്റെ അടുത്ത് നീ എപ്പോഴും ഇങ്ങനെ ഇൻഹിബിറ്റർ പാച്ച് യൂസ് ചെയ്താൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞത് ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഷെന്നിൻ്റെ മുന്നിലേക്ക് പോകണമല്ലോ, അതുകൊണ്ട് തന്നെ അവൻ്റെ ഹെൽത്തിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കുന്നില്ല. ഒരു ഇഞ്ചക്ഷൻ ആയിട്ടുള്ള ഇൻഹിബിറ്റർ അവൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഇൻഹിബിറ്റർ ആയിട്ടുള്ള ഒരു ഇൻഹേലർ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഇൻഹിബിറ്റർ ആണെന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ട് അവനാണെങ്കിൽ പുറത്ത് ആസ്മയുടെ ഒരു മരുന്നാണെന്ന് പറയാൻ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഹുവായോ അങ്ങനെ കാണിക്കുമ്പോൾ അവ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷുവായോ ആണെങ്കിൽ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷുവായി തിരിച്ചു വരുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ ഹുവായോ അങ്ങ് അവനാണെങ്കിൽ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹുവായോ അങ്ങ് ഫുഡ് കുക്ക് ചെയ്യായിരുന്നു, നീ വന്നിരിക്കുക, ഇപ്പം തന്നെ അതെടുത്ത് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷുവായു ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ആദ്യം തന്നെ ഷുവായു ആണെങ്കിൽ ഹുവായു ഇങ്ങനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യാണ്. ആ ടൈമിൽ ഷുവായുവിന് ഒരു കോൾ വരുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് മാറി നിൽക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടായിരുന്നു അവനെ കോൾ ചെയ്തത്. ഫ്രണ്ട് വിളിച്ചിട്ട് നീയാണെങ്കിൽ ഞങ്ങളുടെ അവിടെ കറങ്ങാനൊന്നും വരുന്നില്ലേ, നിനക്ക് വേണമെങ്കിൽ ഇതെല്ലാം അടിപൊളി ഒമേഗാസിനെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല, വച്ചിട്ട് പോകുന്നു പറഞ്ഞിട്ട് കോൾ കിട്ടിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഹുവായു ഷുവായുവിന് കഴിക്കാനായിട്ട് ഒരു പുതിയ സൂപ്പ് കൊണ്ട് വയ്ക്കുന്നുണ്ട്. അവനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിച്ചു നോക്കാനായിട്ട് പറയുന്നുണ്ട്. കഴിച്ചു നോക്കുമ്പോഴത്തേക്കും ഷുവായ് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫുഡിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഷുവായ് ചോദിക്കുന്നുണ്ട് നിൻ്റെ കമ്പനിയിലെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഹുവായോങ്ങപ്പോൾ ഇപ്പോൾ കമ്പനി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവർ കണ്ടുപിടിക്കുന്ന മരുന്നിൻ്റെ ഫോർമുല എങ്ങാനും ആരെങ്കിലും പുറത്ത് ലീക്ക് ചെയ്യുമോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ആ ടൈമിന് നിന്നെ അവർക്ക് സംശയം ഉണ്ടോ, നീയും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഹുവായോങ് അതിന് ഞാൻ ആ ഏരിയയിലല്ലോ വർക്ക് ചെയ്യുന്നത്, ഞാനാണെങ്കിൽ ഷെന്നിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആണെന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഷുവായു നീയാണോ പ്രൊഫഷണൽ, എൻ്റെ ശത്രുവായ കമ്പനിയുടെ CEO ആയ എന്നെ ഡേറ്റ് ചെയ്യുന്ന നീയാണോ പ്രൊഫഷണൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നുണ്ട് അടുത്ത ദിവസം ഷുവായു ആണെങ്കിൽ ഓഫീസിൽ പോയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ട് 2-3 സ്റ്റാഫുകൾ ഒരുമിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഷുവായിന് എന്താണ് പറ്റിയത്, സാധാരണ അവനിങ്ങനെ ഹാപ്പി അല്ലല്ലോ, ഇനി അവനെങ്ങനെ വല്ല ലവറിനെല്ലാം കിട്ടിക്കാണോ, അല്ലെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിൻ്റെ ഫോർമുല കിട്ടിക്കാണോ, എന്തായിരിക്കും സംഭവം എന്നിങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിൽ കാണിക്കുമ്പോഴായാലും ഷുവായിന് വേണ്ടിയിട്ട് ഹുവായോങ് എപ്പോഴും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഷുവായു ഇരുന്ന് കഴിച്ചിട്ട് പാത്രങ്ങളെല്ലാം കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഹുവായോങ്ങിനെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ്ങിൻ്റെ ബോഡിയിലെ ഫെറോമോൺസിൻ്റെ സ്മെല്ല് അവന് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവായോങ്ങിന് വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. ഷുവായു നോക്കിയിട്ട് നിനക്ക് ചെറിയ പനി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹുവായോങ് ആണെങ്കിൽ 2-3 ദിവസമായി കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുവായു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഹുവായോങ് ഞാൻ ഓൾറെഡി പോയി, ഞാൻ അന്ന് പറഞ്ഞ എൻ്റെ ആ ഫെറോമോൺ ഡിസോർഡർ ഇല്ലേ അതിൻ്റെ ലക്ഷണങ്ങളാണ്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ശരിക്കും നീ എന്ന് പറഞ്ഞതുപോലെ നിന്നെ ഒരാൾ പെർമനൻ്റ്ലി അയാളുടെ സോൾമേറ്റ് ആക്കി കഴിഞ്ഞാൽ നീ ഓക്കെ ആവുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ആവൂന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുവായു അതിന് വേണ്ടിയിട്ട് തയ്യാറാണ് എന്നൊരു രീതിയിൽ നിൽക്കുന്നതാണ്. ഹുവായു അങ്ങ് പറയുന്നുണ്ട് എന്നെ കണ്ട് പാവം തോന്നിയിട്ട് വെറുതെ ഇങ്ങനെയും ചെയ്യാൻ നിൽക്കരുത്, ഒരു ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ ആലോചിച്ചിട്ട് വേണം, എൻ്റെ ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരരുതെന്ന്. ആ സമയം ഷുവായു നിന്നെ കണ്ടിട്ട് പാവം തോന്നിയിട്ടൊന്നും അല്ല ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നതെന്നും പറയുന്നുണ്ട്. ആ ടൈമിന് ഷുവായുവിൻ്റെ അടുത്ത് ഹുവായും താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് ചുണ്ടിലൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിനാണ് അവന് വർക്കിന് പോകാൻ ടൈം ആവും എന്നുള്ള കാര്യം അവൻ ഇങ്ങനെ ആലോചിച്ചത്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട്. അന്ന് ഷുവായു വീട്ടിൽ നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഹുവായോങ് പോകുന്ന ടൈമിനും ഷുവായു വർക്കിന് പോകാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഹുവായോങ്ങിൻ്റെ അടുത്ത് ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഹുവായോങ് പോകുന്നതിന് മുമ്പേ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇന്ന് നൈറ്റ് കഴിക്കാനായിട്ട് എന്താ വേണ്ടതെന്ന്. ആ സമയം ഷുവായു ഇന്നൊന്നും ഉണ്ടാക്കണം, നിനക്ക് വയ്യല്ലോ, ഞാനാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അല്ല അത് ഹെൽത്തി അല്ല, ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം എന്ന് ഹുവായോങ് പറയുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് ഉണ്ടാക്കുന്നൊരു സൂപ്പുണ്ട്, അത് തന്നെ മതിയെന്ന് ഷുവായു പറയുന്നുണ്ട്. അങ്ങനെ ഹുവായോങ് പോകുന്നുണ്ട്. നൈറ്റ് കുറേ ലേറ്റായിട്ടും ഹുവായോങ് തിരിച്ചെത്തുന്നില്ല. അങ്ങനെ ഷുവായു ആണെങ്കിൽ കുറേ തവണ അവനെ കോൾ ചെയ്യുന്നുണ്ട്, എത്ര വിളിച്ചിട്ടും എടുക്കുന്നില്ല. അങ്ങനെ ഷെന്നിനെ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ഷെന്നും എടുക്കുന്നില്ല. അങ്ങനെ അവനാണെങ്കിൽ നേരെ അവൻ്റെ അസിസ്റ്റൻറ്റിനെ കോൾ ചെയ്തിട്ട് ഇതേപോലെയാണ് ഹുവായോങ്ങിനെ കുറിച്ചൊരു വിവരമില്ല അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അന്വേഷിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിന് തന്നെ ഹുവായോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടൊരു ടാക്സി കയറി. എന്നാൽ പിന്നീട് അത് എവിടെ പോയെന്ന് അറിയത്തില്ല. ആ കാറും വേറെ ഏതൊരു വഴി കൂടിയാണ് പോയത്. നമ്പർ പ്ലേറ്റ് ചെക്ക് ചെയ്തപ്പോൾ അതൊരു മോഷ്ടിച്ചുകൊണ്ട് വന്ന കാറാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒരു
വിവരം വേറെ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഹുവായു ആ സമയം വല്ലാണ്ട് ടെൻഷനാവുന്നുണ്ട്. അവൻ വിചാരിക്കുന്നുണ്ട് ഹുവായോങ് ആണെങ്കിൽ ഇനി എങ്ങാനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന മരുന്നിൻ്റെ ഫോർമുല എല്ലാം എടുത്തതാണോ, അതുകൊണ്ട് ഷെന്ന് വല്ലതും ചെയ്തായിരിക്കുമോ എന്നൊക്കെ. ആ സമയം അസിസ്റ്റൻറ്റ് ആക്ച്വലി ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു, ഹുവായോങ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ഫോർമുല കിട്ടുമെന്ന് എഴുതിയിട്ട് അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു സംഭവം ഹുവായോങ്ങിൻ്റെ ബാഗിലേക്ക് ഇട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്, ഒരു സംഭവം വച്ചത്. അത് ഹുവായോങ്ങിനെതിരെ വെച്ചതെന്നല്ല, ഇങ്ങനെ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ വച്ചതായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് ഷുവായി ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ടുടനെ തന്നെ ഷെന്നിൻ്റെ അസിസ്റ്റൻ്റായ ഗാവോനെ കോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഗാവോനെ കോൾ ചെയ്തിട്ട് ഇതുപോലെ ഷെൻ എവിടെയാണ്, ഫ്രീ ആണോ, ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് ഷുവായി പറയുന്നുണ്ട്. അപ്പോൾ ഗാവോ ആണെങ്കിൽ ഇപ്പം ഷെൻ ഒരു മീറ്റിങ്ങിലാണ്, അത് കഴിഞ്ഞിട്ട് ഫ്രീ ആവോ എന്ന് ഞാൻ ചോദിച്ചിട്ട് തിരിച്ച് കോൾ ചെയ്യാമെന്ന് പറയും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഷെൻ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കും ഗാവോ ഷെന്നിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചെന്ന് കയറുന്നതിന് മുമ്പേ തന്നെ തൻ്റെ ബോഡിയിൽ ഒമേഗയുടെ സ്മെല്ലുണ്ടോ എന്ന് അവൻ നോക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഷെന്ന് കണ്ടിട്ട് എന്ത് കണ്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഗാവോ പറയുന്നുണ്ട്, ഷുവായു നിങ്ങൾ ഫ്രീ ആണോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കാര്യമൊന്നും പറഞ്ഞില്ല, നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യണമെന്നുണ്ടെന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് ഹുവായോങ്ങിനെ കുറിച്ച് ഒരു വിവരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, ഹുവായോങ് ലീവ് എടുത്തെന്തോ പോയതല്ലേ, അപ്പോൾ പിന്നെ ഹുവായോങ് ഷുവായിൻ്റെ കൂടെ ഉണ്ടാവേണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷെന്ന് നിനക്ക് ഹുവായോങ്ങിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്, നിനക്കും അവന് ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് എനിക്ക് അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ ഞാനും ഹുവായോങ്ങും ഒരുമിച്ചല്ല എപ്പോഴും വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഹുവായോങ്ങിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളും എനിക്കറിയാം, പിന്നെ ഹുവായോങ്ങിനെ സ്നേഹിക്കാനായിട്ട് വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഹുവായോങ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒമേഗയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഷെന്നാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്, നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ടേ കയറി വരരുതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഗാവോ ശരി ഞാൻ ഇനി ഷുവായുവിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് ഒന്നും പറയാൻ നിൽക്കണ്ട, എനിക്ക് അവനെ മീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഫസ്റ്റ് ടൈം ഞാനും അവന് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന മരുന്നിൻ്റെ ഫോർമുല ഇട്ടാനായിട്ട് അവനെനിക്ക് 35 മില്യൺ രൂപ തരാമെന്ന് പറഞ്ഞു, അവനെന്താ പൈസ എങ്ങാനും അച്ചടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണോ, അത്രയും പൈസ എനിക്ക് കൊണ്ടുവരാൻ മാത്രം, അവനാണെങ്കിൽ ഒടുക്കത്തെ അഹങ്കാരമാണ്, അവിടെ വച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെൻ പറയുന്നുണ്ട് ഗാവോയുടെ അടുത്ത് ഇനി ഒരിക്കലും അവൻ എന്ത് പറഞ്ഞു വന്നാലും അതും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നീ വരരുത്, നീ എൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നും കൂടി. പിന്നീട് കാണിക്കുന്നത് ഷുവായു ആണെങ്കിൽ ഓഫീസിൽ അവൻ്റെ അസിസ്റ്റൻറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് ഞാനിവിടെ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്ററിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റുമെന്ന്. അതേ ടൈമിൽ ഞാൻ സോറിയും പറയുന്നുണ്ട്, ഞാനങ്ങനെ ഒരു റെക്കോർഡർ ഹുവായോങ്ങിൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടായിരിക്കും ഹുവായോങ്ങിന് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്, മേ ബി കമ്പനിക്കാർ പിടിച്ചിട്ട് അവൻ ആ ഒരു മരുന്ന് ലീക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന്. ആ സമയം ഷുവായി ആണെങ്കിൽ നീ സോറി എന്ന് പറയണ്ട, എത്രയും പെട്ടെന്ന് ആ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ തന്നെയല്ലേ നിന്നെയിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്തത്, അപ്പോൾ പിന്നെ നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ആ സമയം അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് പിന്നെ എന്നെ ആണെങ്കിൽ ഗാവോ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷെന്ന് ബിസിയാണ്, ഷെന്നുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഷെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷുവായി പറയുന്നുണ്ട് അവൻ കള്ളം പറയാൻ എന്നെ മനഃപൂർവ്വം കാണാതിരിക്കാനായിട്ട്, കുഴപ്പമില്ല നാളെ രാവിലെ ഇങ്ങനെ നേരിട്ട് അങ്ങോട്ടേക്ക് ചെന്നോളാന്ന്. അടുത്ത് ഹുവായോങ്ങിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ അവൻ്റെ വീട്ടിലാണുള്ളത്, അവൻ്റെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഫെറോമോൺസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ കൈയെല്ലാം അവൻ തന്നെ എന്തോ ചെയിനൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അവനാണ് ഇങ്ങനെ ഫെറോമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിന് അവനങ്ങനെ വേദനയിലാണെന്നൊന്നും തോന്നില്ല, എന്തോ അല്ലാതെ ഇൻറ്റിമേറ്റ് ആവണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആളിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഷുവായുവിനെ വേണം, അവൻ എൻ്റേതാവണം എന്നൊക്കെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷുവായു ആണെങ്കിൽ ഷെന്നിനെ കാണാനായിട്ട് അവൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫെല്ലാം ഇവന് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പോകരുത് സാർ എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവരെല്ലാവരെയും അങ്ങ് ഒഴിവാക്കി മാറ്റുകയാണ്. ലാസ്റ്റ് ഗാവോയും അവനൊന്ന് തടയുന്നുണ്ട്, അവൻ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗാവോയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഗാവോ ആണെങ്കിൽ പോകരുതെന്ന് പറഞ്ഞ് തടയുന്നുണ്ട്. ആ ടൈമിൽ ഷെന്ന് എന്നെ അകത്തേക്ക് വന്നോളാൻ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നതും ഹുവായോങ് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഷെന്നപ്പോൾ അതങ്ങനെ എനിക്കറിയാം, അവനാണെങ്കിൽ ഈ ലീവിലെന്തോ അല്ലേ, നിൻ്റെ അടുത്ത് അവൻ പറഞ്ഞില്ലേ, നിൻ്റെ അടുത്ത് സാധാരണ എല്ലാം പറയുന്നതാണല്ലോ, എന്തു പറ്റി എന്നും പറയാൻ നിന്നില്ലേ, അവൻ ഞങ്ങളുടെ കമ്പനിയുടെ മരുന്ന് ലീക്ക് ചെയ്യാൻ ശ്രമിച്ചതല്ലേ, അത് നിനക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചെയ്തത്, അങ്ങനെ ആകുമ്പോഴത്തേക്കും അവൻ എവിടെ പോയാലും നിന്നോട് പറയേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഷുവായു ആണെങ്കിൽ നീ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിയില്ലേ ഞങ്ങൾ ഇല്ലീഗലായിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല, പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഞാനും ഹുവായോങ്ങും തമ്മിൽ ഇഷ്ടത്തിലാണ്, നമ്മൾ അതുപോലെ ഭയങ്കര സ്നേഹത്തിലാണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗാവോയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. കാരണം ഗാവോയ്ക്ക് ഷെന്നിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. എന്നാൽ ഗാവോ ഒന്നും മിണ്ടുന്നില്ല, സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഷെന്ന് ഇതെല്ലാം പറയുന്നത് ഷുവായുവിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലതുപോലെ തേക്കുന്നുണ്ടായിരുന്നു, നല്ലപോലെ പ്രൊവോക്ഡ് ആവുന്നുണ്ട്, രണ്ടും തമ്മിൽ അവിടെ അടി അടക്കുന്നുള്ള സിറ്റുവേഷൻ വരുന്നിട്ട് അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ഫിസിക്കലി അല്ല, ലൈക്ക് പരസ്പരം രണ്ടുപേരും അവരുടെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്നാൽ രണ്ടുപേരും ആൽഫാസ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല, അവർക്ക് രണ്ടുപേർക്കും പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് രണ്ടുപേരുടെ ഫെറോമോൺസിലും. പക്ഷേ എന്തോ ഗാവോയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, അവനൊരു ഒമേഗയാണ്, ഇവരുടെ രണ്ടുപേരെ ഫെറോമോൺസിൻ്റെ ഇങ്ങനെ പവർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ ഒട്ടും പറ്റുന്നില്ല. എന്നാലും അവൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങളാണെങ്കിൽ നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ വീക്കാവുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം മറ്റുള്ളവരുടെ മുന്നിൽ അവനൊരു ബീറ്റയാണ്, അവൻ വീക്കായി കഴിഞ്ഞാൽ അവൻ ഒമേഗയാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ
പറ്റും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നിർത്തുന്നൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് നിർത്തുന്നുണ്ട്. ആ ടൈമിന് തന്നെ ഷെന്നിൻ്റെ കമ്പനിയിലുള്ള 2 ഗാർഡ്സ് വന്നിട്ട് ശിവായിനെ പുറത്താക്കുന്നുണ്ട്. ശിവായി പോകുന്നതിന് മുമ്പേ ഇതിവിടെ അവസാനിച്ചെന്ന് നീ വിചാരിക്കേണ്ടെന്നും കൂടെ ഷെന്നിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഷെന്നും ഗാവോയും കൂടെ ആയിട്ട് കാറിൽ പോകുന്ന ടൈമിന് ഗാവോയ്ക്കാണെങ്കിൽ ഇപ്പോഴും വയ്യ. ആ ഒരു ഫെറോമോൺസിൻ്റെ ഇത് കാരണം ഗാവോ ആണെങ്കിൽ പെട്ടെന്ന് ഒരുമാതിരിയായിട്ട് എനിക്ക് എൻ്റെ ആ ഒരു ഇൻഹേലർ വേണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറ്റി ഇൻഹിബിറ്ററാണുള്ളത്. അതാണ് ഞാൻ തുറന്ന് പറയുന്നില്ല, എനിക്ക് എൻ്റെ ഇൻഹേലർ വേണമെന്ന് പറയുമ്പോൾ ഷെന്നു പെട്ടെന്ന് എന്ത് പറ്റി നീ ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് ഇൻഹേലർ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവനത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മൊത്തത്തിൽ അവൻ ഓക്കെ ആവുന്നില്ല. അങ്ങനെ ഷെന്നുണ്ടെ തന്നെ ഡ്രൈവറിൻ്റെ അടുത്ത് ഈ ഹോസ്പിറ്റലിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ നെയിം പറയുന്നുണ്ട്. എന്നാൽ ഗാവോ ആണെങ്കിൽ വേണ്ട അങ്ങോട്ട് പോകണ്ട, എൻ്റെ ചേച്ചീനെ അഡ്മിറ്റ് ചെയ്തേക്കുന്ന അവിടെയാണ്, എനിക്കങ്ങനെ വയ്യാതായെന്ന് ചേച്ചി ഇറങ്ങി കഴിഞ്ഞാൽ ടെൻഷനാവും, ഇന്ന ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കമ്പനിയിൽ 2 സ്റ്റാഫിരുന്ന് സംസാരിക്കുന്നതാണ് ഷെന്നും ശിവായും തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ച്. അതിൻ്റെ ഇടയിൽ ഗാവോ പിടിച്ചു നിന്നതും ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെല്ലാവരും മരിച്ചു തന്നെ. പക്ഷേ ഗാവോ ഒരു ബീറ്റ് ആയതുകൊണ്ട് അവൻ എങ്ങനെയൊക്കെ പിടിച്ചു നിന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതേ ടൈമിന് ആലോചിക്കുന്നുണ്ട് അവർ എന്ത് കാരണം കൊണ്ടായിരിക്കും ഇവർ തമ്മിൽ വഴക്കുണ്ടായെന്ന്. അങ്ങനെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവർ രണ്ടുപേരും ഡേറ്റിംഗ് ആയിരുന്നിരിക്കും. അവരുടെ ഇടയിൽ ഹുവായോങ് കയറി വന്നപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം അടി ഉണ്ടാവാനാണ് ചാൻസ് എന്നൊക്കെ. ഇത് വീണ്ടും ഷെന്നിനെയും ഗാവോനെയും കാണിക്കുമ്പോൾ ഗാവോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ആ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഷെന്നിൻ്റെ കണ്ടീഷൻ ഓക്കെ അല്ല, അവൻ്റെ ബോഡി ഭയങ്കര വീക്കാണ്, അവന് ഇനിയും ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷെന്നിനെ നോക്കിയിട്ട് നീയല്ലേ മറ്റേ ആ എസ്റ്റർ ആൽഫ, നിനക്ക് ഒമേഗാസിൻ്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ലല്ലേ, കഷ്ടം തന്നെ, നീ ഒരു സൈക്കോ ആണെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നുണ്ട്. ഇയാളിങ്ങനെയൊക്കെ പറയാൻ കാരണം അയാൾക്ക് കുഞ്ഞിലെ തൊട്ടേ ഗാവോനെ നന്നായിട്ട് അറിയാം. അവൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം, അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. ഐ മീൻ ഒരു അച്ഛനെ പോലെ തന്നെ നിന്ന് നോക്കുന്ന ആളാണെന്ന് വേണമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഷെന്നിൻ്റെ കാര്യങ്ങളെല്ലാം ഇയാളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾ ഇപ്പോൾ ഷെന്നിൻ്റെ അടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത്. എന്തായാലും അതിനുശേഷം ഷെന്നാണെങ്കിൽ ഹുവായോങ്ങിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അതേ ടൈമിന് ഷുവായുവിൻ്റെ ഒരാളാണെങ്കിൽ ഷെന്നിനെ ഷുവായു പറഞ്ഞതനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ നേരെ ഒരു ഹോട്ടലിലാണ് ഹുവായോങ്ങിനെ കാണാനായിട്ട് പോയത്. അതേസമയം ഹുവായോങ്ങിനെ കാണിക്കുമ്പോൾ അവൻ്റെ ഏതൊക്കെയോ കുറച്ച് അസിസ്റ്റൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവരെന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ട് തന്നെ അവരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവനാണെങ്കിൽ അവനെ നല്ലതുപോലെ അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെയാണ് അങ്ങോട്ടേക്ക് ഷെന്ന് വരുന്നത്. അങ്ങനെ ഷെന്നിനെ കാണുമ്പോഴത്തേക്കും ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് നീ എന്താ വരാൻ ലേറ്റ് ആയതിൻ്റെ മൊത്തെന്താ ഒരു പാട്, നീയും ശിവായും തമ്മിൽ അടിയുണ്ടായെന്ന് എന്തൊക്കെ അറിഞ്ഞല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം ഷെന്നിനോട് പ്രത്യേകം പറയുന്നുണ്ട് ഹുവായോങ്ങിൻ്റെ മൂഡ് തീരെ ശരിയല്ല, സംസാരിക്കുമ്പോൾ നോക്കിക്കൊണ്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ അവൻ വല്ലതും ചെയ്തു കളയുന്നു. അങ്ങനെ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതേ ടൈമിന് ഷെന്നിൻ്റെ ആൾ അവനെ ഫോളോ ചെയ്ത് വന്നത് അങ്ങോട്ടേക്ക് ഒരിടത്ത് മറിഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ അവിടെ ക്ലീനിങ് ജോലിക്ക് നിൽക്കുന്ന ലേഡീസ് അവരാണെങ്കിൽ ഇപ്പോൾ ഹുവായോങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർ 3 പേര് നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആ പയ്യൻ എനിക്ക് കുറച്ച് നാളായിട്ട് അറിയാം, അവനിവിടെ താമസിക്കാൻ വന്നപ്പോൾ തൊട്ടേ കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു പയ്യനാണ്, ഇല്ലെങ്കിൽ ഒരുപാട് ആൽഫാസ് അവനെ കാണാനായിട്ട് അവൻ്റെ റൂമിലേക്ക് വരത്തില്ലായിരുന്നല്ലോ എന്ന്. അവർ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു ഹുവായോങ്ങിൻ്റെ കമ്പനിയിലുള്ള 2-3 പയ്യന്മാരെ അവനാണെങ്കിൽ എടുത്തിട്ട് അടിക്കുന്നുണ്ടായിരുന്നു എന്ന്. ആ പയ്യന്മാർ അവൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവർ വിചാരിച്ചു ആ പയ്യന്മാർ ഹുവായോങ്ങിനെ എന്തോ ചെയ്യുവാണെന്ന്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പറയുന്നുണ്ട് ആ ഒരു പയ്യൻ പാവമാണെന്ന് തോന്നുന്നു, ഒത്തിരി പയ്യന്മാർ വന്നിട്ട് അവനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കാണെന്തോ അല്ലേ ആ പയ്യൻ്റെ ദേഹത്ത് അത്രയും ബ്ലഡായി ഇരുന്നിട്ട് മറ്റേതൊരു പയ്യൻ അവനെ കൊണ്ട് റൂമിൽ കൊണ്ടുവിട്ടിട്ട് പോയത്. സോൾഡിങ്സ് കമ്പനിയിലുള്ള പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരാറുണ്ടല്ലോ, അവരിൽ ആരെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും ആ പയ്യനെ യൂസ് ചെയ്യുന്നത്. അതും ഒരുമിച്ച് തന്നെ റൂമിൽ നിന്ന് 4-5 പേരല്ലേ ഇറങ്ങി വന്നത്, അവരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും, ഒരുമിച്ച് തന്നെ അവനെ യൂസ് ചെയ്തിട്ടുണ്ടാകും. പാവം ആ പയ്യൻ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ ഈ സംസാരിക്കുന്ന നേരത്ത് അവിടെ തന്നെ ഷെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു. ആ പയ്യൻ വച്ചേക്കുന്ന ആ ഒരു ഇയർഫോണിലൂടെ ഇവർ സംസാരിക്കുന്നത് ആ പയ്യനും ഷെന്നും കേൾക്കുന്നുണ്ട്. ഷെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നുണ്ട്, അതായത് ഹുവായോങ്ങിനെ ആരൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന്. അവനാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ട് ഉടനെ തന്നെ ആ പയ്യൻ്റെ അടുത്ത് നീ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് തിരിച്ചിങ്ങ് കൊണ്ടുപോവാ, നിനക്ക് ഞാൻ എന്ത് തരാനും തയ്യാറാണെന്ന് പറയുന്നുണ്ട്. സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഷുവായി ആണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഷെന്നാണ് ഇതിനൊക്കെ പിന്നില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ ഷെന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും പറയുന്നുണ്ട്. ഇതേ ടൈമിന് ഷെന്നാണെങ്കിൽ അവിടെ ഹുവായോങ്ങിൻ്റെ റൂമിൽ ഇരിക്കുകയാണ്. ഹുവായോങ്ങിൻ്റെ ഫെറോമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ആകുന്നതുകൊണ്ട് തന്നെ അവന് വയ്ക്കാനായിട്ട് ഹുവായോങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് ഒരു മാസ്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അസിസ്റ്റൻറ്റും ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഹുവായോങ് അവിടെ സോഫയിൽ ഇരുന്നുറങ്ങുമായിരുന്നു. ഷെന്നപ്പോൾ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് അവനെ തട്ടി വിളിക്കുന്നുണ്ട്. ഹുവായോങ് അപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിൻ്റെ ഷുവായു ആണെങ്കിൽ ഓഫീസിൽ വന്ന് ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നീ തിരിച്ചെന്തെങ്കിലും ചെയ്തോന്ന് ഹുവായോങ് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ അല്ലാണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ, ഞാനാണെങ്കിൽ എന്നെ സ്വയം രക്ഷിക്കാനായിട്ട് അവനോട് തിരിച്ച് ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതെന്തോ ഹുവായോങ്ങിന് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഹുവായോങ്ങിൻ്റെ പയ്യനാണ് ഷുവായു. അപ്പോൾ അവനെ തൊട്ട് കഴിഞ്ഞാൽ ഹുവായോങ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ. ഹുവായോങ് ഉടനെ തന്നെ ഇനി മേലാൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. മനഃപൂർവ്വം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അവൻ്റെ ഫെറോമോൺസ് പവർഫുള്ളാണ്. അത് കാരണം ഷെന്ന് വീക്കാവും. സോ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഷെന്നിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് നല്ലതുപോലെ ഫെറോമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിടാം, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്തായാലും
ഹുവായോങ് ഒരു ഒമേഗയല്ല. അതിനുശേഷം അവർ വീണ്ടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് ഷെന്നു ഹുവായോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ വരുന്ന അസിസ്റ്റൻറ്റിനെ ഒന്നും നീ അടിച്ച് കൊല്ലരുത്, അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അവരെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് വിട്ടാൽ മതി. പക്ഷേ നീയാണെങ്കിൽ അവരടിക്കുന്ന അടിക്ക് പലരും ഇപ്പോൾ ICUവിൽ കിടക്കുവാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഹുവായോങ്, ഞാൻ കഷ്ടപ്പെട്ട് ഓരോ മരുന്നുകൾ കണ്ടുപിടിക്കാനും കമ്പനി നിലനിർത്തി കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്ന മരുന്നുകളെ അവന്മാർ വേറെ ആൾക്കാർക്ക് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അതേ ടൈമിന് തന്നെ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്, ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കാതെ നോക്കിക്കോളാമെന്ന്. അതേസമയം ഹുവായോങ് ഷെന്നിൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തായിരുന്നോ, ഞാൻ പറഞ്ഞ ആ ഒരു ന്യൂസ് നീ ലീക്ക് ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരെ ബൈ.